നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 26, 27 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 26 ഉച്ചയ്ക്ക് 1:40 PM മുതൽ മെയ് 28 ഉച്ചയ്ക്ക് 1:36 PM വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ പറയുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും 1-2% ഫലപ്രാപ്തി കുറയും. ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ദിവസങ്ങളിൽ ഫലം ഞങ്ങൾ പ്രവചിക്കുന്നു. രാഹു അഥവാ സർപ്പം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. കൂടാതെ ശുക്രൻ 12ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമായതിനാൽ, ഡയറക്റ്റായിട്ട് പ്രതികൂലമായതിനാൽ ഇതിനൊരു ഫലപ്രാപ്തി കുറയും. അത് ഒഴിവാക്കാൻ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവൻ, അയ്യപ്പൻ, ശനി ഈ ദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ ചൊവ്വ പ്രതികൂലമാണ് ഇവിടെ. അപ്പോൾ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകവും ഭസ്മാഭിഷേകവും നടത്തി വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, ഈശ്വരനോട് ചേർന്ന് നിന്ന് ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശ്വരനെ ഓർത്തുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനിയുടെയും ചൊവ്വയുടെയൊക്കെ ദോഷങ്ങൾ മാറി അനുകൂലമായിട്ട് നിൽക്കുന്ന സർപ്പത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹങ്ങൾ നമുക്ക് ആർജിക്കാൻ കഴിയും. ഇവിടെ ബുധനും അനുകൂലമാണ്. കൂടാതെ ശുക്രനും അനുകൂലമായപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. ഈ രാഹു ഏകദേശം 1.5 വർഷം ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തന്നെ നിൽക്കും. എങ്കിലും ശനി 7 ശനിയുടെ തുടക്കമാണ്. അപ്പോൾ ശനിയാഴ്ച നേരത്തെ പറഞ്ഞ പോലെ വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങളെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും ഈ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിൻ്റെ അഥവാ രാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടാൻ പറ്റും. തീർച്ചയായിട്ടും ഗുണവർദ്ധനവിന് വേണ്ടി ദിവസത്തിൻ്റെ ഗുണവർദ്ധനവിന് വേണ്ടി എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പറ്റുമെങ്കിൽ നടത്തുക. പക്ഷേ ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ രാഹുവിൻ്റെ അനുകൂല ഭാവത്തിൽ നമ്മൾ രാഹുവിന് പൂജ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പരമാവധി നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിനാൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക.
വഴിപാടുകൾ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. അതേസമയം ഈ സൂര്യനും ബുധനും ഡയറക്റ്റായിട്ട് ആണെങ്കിലും ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ, ശുക്രൻ, ചന്ദ്രൻ ഈ ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായതുകൊണ്ട് ഈ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും, നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്ഷേത്രദർശനം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക. മന്ത്രജപങ്ങളോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിരവധി നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ഇവിടെ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാണ്, ചൊവ്വയും ഇവിടെ അനുകൂലമാണ് 3-ാം ഭാവത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും നേട്ടമുണ്ടാവും. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കിത് മറികടക്കാൻ പറ്റും. കാരണം ചൊവ്വ നീചരാശിയിലാണെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിയമപ്രശ്നങ്ങളൊക്കെ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള കാലമാണ്. കാരണം ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിനോടൊപ്പം ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നോക്കുക. അങ്ങനെ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മിഥുനം രാശിക്ക് എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം, സൂര്യൻ, ബുധൻ, ചന്ദ്രൻ ഇവ പ്രതികൂലമാണ്. ശനി ഭാഗ്യസ്ഥാനത്താണ്, എന്നാലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 2 ഗ്രഹങ്ങളേ ഉള്ളൂ. അത് തന്നെ നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. ഭാഗ്യസ്ഥാനത്ത് ഇവർക്ക് സർപ്പം അനുകൂലമായിട്ട് നിൽക്കുന്നു. നേരത്തെ പറഞ്ഞ ശനി ഇവർക്ക് കണ്ടക ശനിയാണ് 7, 8. ഓക്കെ, അപ്പോൾ ശനിയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യമായ ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. സാമ്പത്തിക ഇടപാടുകൾ നിർബന്ധമായിട്ട് മാറ്റിവെക്കുക. കാരണം സൂര്യൻ, ചന്ദ്രൻ, ബുധൻ ഇവ 3 മിഥുനം രാശിക്ക് 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനോട് ചേർന്ന് നിന്ന് ഈ ദോഷാധിക്യം മറികടക്കാൻ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യമാണ്, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഓക്കെ, ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ ഇവ നിൽക്കുകയാണ്. അതുകൂടാതെ ചന്ദ്രൻ ഉച്ചരാശിയിലുമാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രധാനമായിട്ടും ഉണ്ടാവും. അത് ഈ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് ഇടവ മാസം മുഴുവൻ നിലനിൽക്കും. ഇതിൻ്റെ കൂടെ ബുധനും നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉറപ്പാണ്. അതിൻ്റെ കൂടെ ചന്ദ്രനും ഉച്ചരാശിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ 11-ാം ഭാവത്തിൽ
തൊഴിലിൻ്റെ കാര്യം ഉറപ്പായിട്ടും നേട്ടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും ഇവിടെ ചൊവ്വ പ്രതികൂലമാണ്, വ്യാഴം പ്രതികൂലമാണ്, അതുപോലെ സർപ്പം, രാഹു ഇവർക്ക് അഷ്ടമ രാഹുവാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തി ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെയും ബുധൻ്റെയും ചന്ദ്രൻ്റെയും അനുഗ്രഹങ്ങൾ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ബുധനും ശുക്രനും അനുകൂലമാകുമ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. അതെല്ലാം നേടിയെടുക്കാൻ ഈ ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. എല്ലാ ദിവസവും പോകാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഈ നേട്ടം നമുക്ക് ഈ 2 ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ, പിതൃഗുണം, സന്താന നേട്ടം ഇവയെല്ലാം തന്നെ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് കുറേ കാലത്തിന് ശേഷം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരികയാണ്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. കർമ്മഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്, ചന്ദ്രനുമുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തൊഴിൽ രംഗത്ത് ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവ കൂടെ ഉണ്ടാവും. തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങൾ സ്വാഗതം ചെയ്യുക. എന്നാൽ തന്നെയും ആ തിരക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴവുമുണ്ട്. സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ലൗകിക സുഖങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ദേഹസുഖവും മനസ്സുഖവും ഒക്കെ അനുഭവപ്പെടും. എങ്കിലും ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ അത് ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോവുക. അയ്യപ്പൻ, ശനി ഇതിനൊക്കെ നമ്മൾ വഴിപാട് നടത്തി ശനിയാഴ്ച വ്രതമെടുത്ത്, അതുപോലെ തന്നെ ഓരോ നിമിഷത്തിലും ഈശ്വരനെ ഓർത്തുകൊണ്ട് ഭജിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ 5 ഗ്രഹങ്ങളുടെ കുറേ കാലത്തിന് ശേഷം വന്ന ഈ നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ചിങ്ങം രാശിക്ക് ശനി, ചൊവ്വ, ശിഖി ഇവ പ്രതികൂലമാണെങ്കിലും ഈ ദിവസങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഘോഷയാത്രയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിന് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. രാഹുവും കേതുവും അനുകൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വയും ഇവിടെ അനുകൂലമായിട്ട് 11ാം പാദത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. എന്നാലും ശനി 7ാം ഭാവത്തിൽ ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ശനിയാഴ്ച നമ്മൾ ശിവൻ, അയ്യപ്പൻ, ശനി ഈ ദൈവങ്ങൾക്ക് വഴിപാട് നടത്തി വ്രതമെടുത്ത് ശനിയാഴ്ച നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് പോയാൽ തീർച്ചയായിട്ടും ഈ ശനിദോഷം മാറും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം പറയുന്നത്.
3 ഗ്രഹങ്ങൾ അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. ബാക്കിയുള്ള 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അഷ്ടമത്തിൽ ബുധൻ അനുകൂലമാണെങ്കിലും ചന്ദ്രനും സൂര്യനും പ്രതികൂലമാണ്. എങ്കിലും ഇവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഇവർക്ക് അനുകൂലമാണ്. ബുധൻ ഉൾപ്പെടെ ശനി, വ്യാഴം, ചൊവ്വ, രാഹു, കേതു ഇവ 6ഉം ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അഷ്ടമത്തിലെ ചന്ദ്രനാണ്. പക്ഷേ ചന്ദ്രൻ അവിടെ ഉച്ചരാശിയിലാണ്. അപ്പോൾ ദോഷങ്ങൾ കുറയും. പക്ഷേ അഷ്ടമത്തിലെ സൂര്യൻ ബുധനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അല്പം നേട്ടം ഉണ്ടാവും. എന്നാൽ തന്നെയും പൊതുവെ അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷേ അവ നിസ്സാരമായിട്ട് ഇവർക്ക് മറികടക്കാൻ പറ്റും. കാരണം പ്രധാനമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഒരുമിച്ച് അനുകൂലമായിട്ട് വരികയാണ്. ചൊവ്വ, വ്യാഴം, ശനി, രാഹു, കേതു. അത് തന്നെ 11ാം ഭാവത്തിലാണ് ശിഖി അഥവാ കേതു. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ശ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിവേകപൂർവം നമ്മൾ ആ ഒരു അവസരം നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ഇത് ഏകദേശം 1.5 വർഷം നിലനിൽക്കും. അപ്പോൾ ഇനി ഉള്ള ഒരു 1.5 വർഷം നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അപ്രതീക്ഷിത ധനലാഭം, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മികവുകൾ പ്രകടിപ്പിച്ച് വിസ്മയം സൃഷ്ടിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. വ്യാഴം കൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, ശനി കൊണ്ട് സർവകാര്യ വിജയം, ചൊവ്വ കൊണ്ട് ചൊവ്വയും ശനിയും വ്യാഴവും ഒക്കെ ഒരുമിച്ച് അനുകൂലമായപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം കേതുവും അഥവാ ശിഖിയും അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊതു രംഗത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതായത് ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും എല്ലാ ദിവസവും പോകാൻ പറ്റുന്നെങ്കിൽ പോവുക. പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ സുവർണകാലം നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ തുലാം രാശിക്കാർക്ക് എല്ലാവർക്കും നേട്ടങ്ങൾ കൊയ്യാൻ പറ്റട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. 5ാം ഭാവത്തിലാണ് ശനി. 5ാം ഭാവത്തിന് ശനി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. അതേസമയം 6ാം ഭാവത്തിലാണ് അഷ്ടമത്തിലാണ് വ്യാഴം. അത് ദൈവാധീനം കുറയ്ക്കും. അപ്പോൾ വ്യാഴാഴ്ച നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, വ്രതമനുഷ്ഠിച്ച്. അതുപോലെ ശനി ആഴ്ച വ്രതമെടുത്ത് തീർച്ചയായിട്ടും വഴിപാടുകളൊക്കെ നടത്തുക. തീർച്ചയായിട്ടും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ശുക്രനും ചന്ദ്രനും മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ഇവിടെ വ്യാഴം മാത്രമാണ് അഷ്ടമത്തിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനി 5ാം ഭാവത്തിൽ വലിയ ദോഷങ്ങൾ ചെയ്യില്ല, വലിയ ഗുണങ്ങളില്ല. എന്നാൽ തന്നെയും നമുക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുത്ത് തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ
ദോഷവും മാറിക്കിട്ടും. അതേസമയം ബാക്കിയുള്ള ഏകദേശം 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഇടിവെട്ട് ഉപയോഗിക്കാറില്ലായിരുന്നു. പലരും പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് പിന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി ദിവസങ്ങളാണ് ഇവർക്ക്. കാരണം ഇവിടെ 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അത് തന്നെ ശനി കണ്ടകശനിയും അഷ്ടമത്തിൽ ചൊവ്വയുമാണ്. ഓക്കെ, അപ്പോൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മാത്രമല്ല, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വ്രതമൊക്കെ എടുത്ത് നമ്മൾ ഈശ്വരനെ സമ്പൂർണമായും ചേർത്ത് നിർത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് അനുകൂലമായ ഈ ഇടിവെട്ട് കാലത്ത് ഈ 2 ദിവസം തീർച്ചയായിട്ടും ഇടിവെട്ട് ദിവസങ്ങളായിരിക്കും. അത് നമ്മൾ വ്രതമെടുക്കുക. ഈ ദിവസങ്ങളിൽ വ്രതമെടുത്ത് നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി തീർച്ചയായിട്ടും കർമ്മത്തിൽ ശുദ്ധി വരുത്തി, കർമ്മശുദ്ധിയോടെയും അതുപോലെ തന്നെ പ്രാർത്ഥനയോടെയും ഈശ്വരനെ ഭജിച്ച് ക്ഷേത്ര ദർശനം നടത്തി മന്ത്രജപങ്ങൾ നടത്തി ദാനധർമാദികൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ദിവസങ്ങൾ ഏറ്റവും ഗുണകരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഗുണഫലങ്ങൾ, ഈ രാശിഫലത്തിൽ കാണുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരുത്താൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക, എല്ലാം നേടാൻ പറ്റും. ഇവിടെ വ്യാഴം 7ാം ഭാവത്തിൽ ദൈവാധീനം തരുന്നു. വിവാഹ കാര്യങ്ങളിലൊക്കെ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട, ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെട്ട, പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൂടാതെ തൊഴിൽപരമായിട്ട് നേട്ടം, അതുപോലെ തന്നെ കാര്യം 6ാം ഭാവത്തിൽ ഇവിടെ ചന്ദ്രനും സൂര്യനും ബുധനും ഒരുമിച്ച് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ശുക്രനും ബുധനും അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പുറമെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ മികവ് പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ രാഹു അനുകൂലമാണ് 3ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ കേതു 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തും വരുന്നു. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവും. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ 26, 27 നിങ്ങൾ സന്യാസിയെ പോലെ ജീവിച്ച് ഈശ്വര ഭജനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ 100% റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാര്യം ശനി ഒരു വശത്ത് അനുകൂലവും വ്യാഴം അതേപോലെ തന്നെ പ്രതികൂലവുമാണ്. അതുപോലെ തന്നെ ചൊവ്വയും പ്രതികൂലമാണ്. കേതു അഷ്ടമത്തിൽ. അപ്പോൾ വ്യാഴം, ചൊവ്വ, കേതു ഇത് 3 പ്രതികൂലവും. അതേസമയം ശനിയും ശുക്രനും സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കൾ കൈകോർത്ത് പിടിച്ച് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ നമ്മൾ വ്യാഴം, ചൊവ്വ ദിവസങ്ങളിലൊക്കെ വ്രതമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനിയുടെയും ശുക്രൻ്റെയും അനുകൂല ഭാവം നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വിജയസാധ്യതയാണ് കാണുന്നത്. കാര്യം ശനി കൊണ്ട് സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ ഇതൊക്കെ നേടാം. അതുപോലെ തന്നെ ശുക്രനാണെങ്കിൽ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാക്കും. അപ്പോൾ
തീർച്ചയായിട്ടും ഈ വ്യാഴവും ചൊവ്വയുടെയും പ്രതികൂലാവസ്ഥ നമ്മൾ മറികടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശനിയുടെയും ശുക്രൻ്റെയും യോഗം, ശനി ശുക്ര യോഗം നമുക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റും. നിരവധി നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്. പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി 7 ശനിയാണ്. രാഹു ജന്മരാഹുവാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേസമയം നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാണ്, ചൊവ്വ അനുകൂലമാണ്, ബുധൻ അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ശനിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ നടത്താൻ പറ്റുന്നെങ്കിൽ നടത്തുക, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച തീർച്ചയായിട്ടും വ്രതമെടുത്ത് നമ്മൾ അയ്യപ്പന്, ശിവന്, ശനിക്ക് ഈ വഴിപാടുകൾ നടത്തുക. അങ്ങനെ ആകുമ്പോൾ ഈ നേട്ടങ്ങൾ, അതായത് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ, ഈ 4 ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. സർവ്വവിധ സൗഭാഗ്യമുള്ള സമയമാണ്. 5ാം ഭാവത്തിലാണ് കുംഭൻ രാശിക്ക് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ പ്രണയ ജീവിതം പുഷ്ടിപ്പെടും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അതുപോലെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തുവന്നു വരാം. തീർച്ചയായിട്ടും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. കാര്യം ശുക്രനും ബുധനും ഒരുമിച്ച് അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളത് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റാൻ പറ്റും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൂര്യനും ചന്ദ്രനും ശുക്രനും കേതു അനുകൂലമാണ്. ഇവർക്ക് പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. ഇവ കൂടാതെ തൊഴിൽ മേഖലയിൽ കുറച്ച് കാലമായിട്ട് നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം വരും. പക്ഷേ ശനി ജന്മശനിയാണ്. അതുപോലെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് സർപ്പവും. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പൻ, ശിവൻ, അതുപോലെ ശനി തുടങ്ങിയ ദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തി ശനിയാഴ്ച പൂർണ്ണമായിട്ടും സന്യാസ ജീവിതം നയിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവും. ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരമായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഒന്നും മഴയില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം 28 മിനിറ്റായി. അതിനുശേഷം ഇപ്പോൾ മഴ തുടങ്ങി. അപ്പോൾ മീനം രാശിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു നിമിത്തമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. മീനം രാശിക്കാർക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഭാഗ്യ നമ്പറുകൾ. 26/5/2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 27/5/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 7, 8, 2, 0 തുടങ്ങിയ നമ്പറുകൾ ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം 26-ാം തീയതി രാവിലെ 4:30 AM മുതൽ 5:17 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തം 26-ാം തീയതി. 27-ാം തീയതി
രാവിലെ 4:29 AM മുതൽ 5:17 AM വരെയാണ് 27-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 26-27 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ 12:49 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 26-27 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 26-ാം തീയതി രാവിലെ 7:40 AM മുതൽ 9:15 AM വരെയാണ് 26-ാം തീയതി രാഹുകാലം. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:32 PM മുതൽ വൈകിട്ട് 5:07 PM വരെയാണ് 27-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ: 26-ാം തീയതി തിങ്കളാഴ്ച നീല, 27-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.